ഹായ് എല്ലാവർക്കും നമസ്കാരം. ഗെയിൻ നോളജ് മിഷൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ കറണ്ട് അഫയേഴ്സുകൾ നമ്മൾ നവംബർ 20 വരെ കണ്ടു അല്ലേ. ഇന്ന് നമ്മളൊരു 3 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് കൂടെ നോക്കാൻ പോവാണ്, നവംബർ 21 മുതൽ 23 വരെ. ഓക്കെ, അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിടുക. നമ്മളുടെ ഡെയിലി ഉള്ള കറണ്ട് അഫയേഴ്സുകൾ അതിലേക്ക് അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. സെക്രട്ടറി ടെസ്റ്റിൻ്റെ പരീക്ഷയ്ക്ക് മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന ഭാഗത്തും അല്ലാതെ ഒന്നും ഒരു മാർക്കും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ, കൂടുതലും ഈ ചാനലിലൂടെ നമ്മൾ നൽകി വരുന്നത് കറണ്ട് അഫയേഴ്സും പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ അപ്ഡേറ്റുകൾ ഇനി വരുന്നുണ്ട്. കുറച്ചൊക്കെ നമ്മുടെ ആ ലിസ്റ്റിനകത്ത് പ്ലേലിസ്റ്റിലുണ്ട്, ബാക്കി ഇനി വരുന്നുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ പ്ലേലിസ്റ്റ് കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നത് കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുക. ഡെയിലി ഉള്ളത് അന്നൊന്ന് തന്നെ എഴുതി പഠിച്ചാൽ ലോഡ് കുറയും. നമ്മൾ വെച്ചിരുന്ന് കൂട്ടരുത്. അന്നന്നത്തെ ദിവസം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എഴുതിപ്പോൾ ഒരു ദിവസം 4-5 പോയിൻ്റൊക്കെ വരുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ 6-7 പോയിന്റ് ഉണ്ട്. അതെല്ലാം എഴുതി തന്നെ പഠിക്കുക. അപ്പോൾ 3 ദിവസത്തെ ചേർന്ന് വരും. കഴിയുന്നത് അതാ ദിവസം ഇടുന്നുണ്ട്, പക്ഷേ സമയക്കുറവ് മൂലം 2-3 ദിവസത്തേക്ക് ഒരുമിച്ച് ഇടുന്നതെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം നവംബർ 21 മുതൽ 23 വരെയുള്ള കറണ്ട് അഫയേഴ്സുകളിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. കർമ്മയോഗി എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ സാങ്കേതിക പരിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് എന്ന് പറയുന്നത് കർമ്മയോഗി എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ സാങ്കേതിക പരിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഏത്? കർമ്മയോഗി. ഓക്കെ, അപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ സാങ്കേതിക പരിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് കർമ്മയോഗി. മറ്റൊന്ന് നോക്കാം, ഇനിയൊരു OTT പ്ലാറ്റ്ഫോം നോക്കാം. പ്രസാർ ഭാരതിയുടെ പുതിയ OTT പ്ലാറ്റ്ഫോമിന്റെ പേരാണ് വേവ്സ്. ഏതാണ്? വേവ്സ്. പ്രസാർ ഭാരതിയുടെ പുതിയ OTT പ്ലാറ്റ്ഫോമാണ് വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യാറുള്ള പോലെ ഒരു കേന്ദ്രമന്ത്രിയെ പരിചയപ്പെടാം. കേന്ദ്ര കൃഷി മന്ത്രിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. അപ്പോൾ നമ്മൾ 3 കറണ്ട് അഫയേഴ്സ് പഠിച്ചു. ആദ്യം പഠിച്ചത് കർമ്മയോഗി, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ സാങ്കേതിക പരിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് കർമ്മയോഗി. പ്രസാർ ഭാരതിയുടെ പുതിയ OTT പ്ലാറ്റ്ഫോം ആയിരുന്നു ഏത്? വേവ്സ് എന്ന് പറയുന്നത്. കേന്ദ്ര കൃഷിമന്ത്രിയാണ് ഇപ്പോൾ ലാസ്റ്റ് കണ്ടത്, ശിവരാജ് സിംഗ് ചൗഹാൻ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നരേന്ദ്രമോദിജി അറിയാമല്ലോ, ഇപ്പോൾ വിദേശ പര്യടനങ്ങളൊക്കെ കുറച്ച് നടത്തി തിരിച്ചെത്തിയതേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ വിദേശ പാർലമെന്റുകളെ അഭിസംബോധന ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ്. ഏറ്റവും കൂടുതൽ വിദേശ പാർലമെന്റുകളെ അഭിസംബോധന ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? ശ്രീ നരേന്ദ്രമോദി. ഏറ്റവും കൂടുതൽ വിദേശ പാർലമെന്റുകളെ അഭിസംബോധന ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇപ്പോൾ 14ാമത്തെ പാർലമെന്റ് സന്ദർശനമായിരുന്നു ഗയാനയിൽ നടത്തിയത്. അതോടായപ്പോഴത്തേക്ക് 14 വിദേശ പാർലമെന്റ് അഭിസംബോധന ചെയ്യുന്ന ഇതെത്തി. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ വിദേശ പാർലമെന്റുകൾ അഭിസംബോധന ചെയ്ത ആരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി. ഏറ്റവും കൂടുതൽ വിദേശ പാർലമെന്റുകൾ അഭിസംബോധന ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? നരേന്ദ്രമോദി. ഞാൻ പറഞ്ഞു വന്നപ്പോൾ തിരിഞ്ഞുപോയി, ക്ഷമിക്കുക. അപ്പോൾ 14ാമതാണ് ഒരു വിദേശ പാർലമെന്റ് അഭിസംബോധന ചെയ്യുന്നത്. ഏത് രാജ്യത്തായിരുന്നു? ഗയാന. പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഗയാന പ്രസിഡന്റിന്റെ പേരാണ് ഇർഫാൻ അലി. ഗയാന പ്രസിഡന്റിന്റെ പേരെന്താണ്? ഇർഫാൻ അലി. ഓക്കെ, ഇപ്പോൾ നരേന്ദ്രമോദി എന്ത് ചെയ്തു? നമ്മുടെ ഗയാന സന്ദർശിച്ചു. 56 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗയാന സന്ദർശിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടെ ആ സന്ദർശനത്തിലുണ്ട്. അപ്പോൾ ഗയാന പ്രസിഡന്റിന്റെ പേരൊന്ന് ഓർത്തിരിക്കുക, ഇർഫാൻ അലി. അതുപോലെ നരേന്ദ്രമോദിജി 14ാമത് ഒരു വിദേശ പാർലമെന്റ് അഭിസംബോധന ചെയ്യുന്നത് എവിടെയാണ്? ഗയാന പാർലമെന്റിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിദേശ പാർലമെന്റുകളെ അഭിസംബോധന ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? ശ്രീ നരേന്ദ്രമോദി. അതുപോലെ ഇനി യൂറോപ്യൻ യൂണിയന്റെ വനനശീകരണ നിയന്ത്രണ ചട്ടം ആണ് EUDR എന്ന് പറയും. യൂറോപ്യൻ ഡിഫോറസ്റ്റേഷൻ റെഗുലേഷൻ, EUDR. യൂറോപ്യൻ യൂണിയന്റെ വനനശീകരണ നിയന്ത്രണ ചട്ടമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? EUDR എന്ന് അറിയപ്പെടുന്നത്.
ഓക്കെ, ഈ EUDR എന്ന് പറഞ്ഞാൽ ഈ വനം നശിപ്പിച്ച് കൃഷി ചെയ്തതല്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയ ഉൽപ്പന്നങ്ങൾ മാത്രം യൂറോപ്യൻ യൂണിയനിൽ വിൽക്കാൻ അനുവദിക്കുന്ന ഒരു ചട്ടമാണ് എന്ന് പറയുന്നത് EUDR എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഉൽപ്പന്നത്തിൽ എന്താണ്, വനം നശിപ്പിച്ച് കൃഷി ചെയ്തതല്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ഓക്കെ, അങ്ങനെ യൂറോപ്യൻ യൂണിയനിൽ അംഗമായ 27 രാജ്യങ്ങളിലും അങ്ങനെയുള്ളത് മാത്രമേ അവിടെ വിൽക്കാൻ അനുവദിക്കുകയുള്ളൂ. വനം നശിപ്പിച്ച് കൃഷി ചെയ്തതല്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയ ഉൽപ്പന്നങ്ങൾ മാത്രം യൂറോപ്യൻ യൂണിയനിൽ വിൽക്കാൻ അനുമതി നൽകുന്നതാണ് ഏത്, EUDR എന്ന് പറയുന്നത്, യൂറോപ്യൻ ഡിഫോറസ്റ്റേഷൻ റെഗുലേഷൻ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പുതിയൊരു പാർക്ക്. സർക്കാർ തലത്തിൽ വൈദ്യുത വാഹനങ്ങൾക്ക് ആവശ്യമായ ബാറ്ററി ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ നിർമ്മിക്കുന്ന പാർക്ക് നിലവിൽ വരാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽശാലയിലാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ സർക്കാർ തലത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു പാർക്ക് നിലവിൽ വരുന്നത്. അപ്പോൾ ഏത് പാർക്കാണ്? സർക്കാർ തലത്തിൽ വൈദ്യുത വാഹനങ്ങൾക്ക് ആവശ്യമായ ബാറ്ററി ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ നിർമ്മിക്കുന്ന പാർക്ക് അല്ലേ. ഇപ്പം നമുക്കറിയാം ഇലക്ട്രിക് വെഹിക്കിൾസ് കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, സർക്കാർ തലത്തിൽ തന്നെ വൈദ്യുത വാഹനങ്ങൾക്ക് ആവശ്യമായ ബാറ്ററി ഉൾപ്പെടെയുള്ള ഘടകങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പാർക്ക് വരുന്നത്. എവിടെയാണ് വരുന്നത്? തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽശാലയിലാണ്. ഓക്കെ, ഇനി പിന്നെ നമുക്കറിയാം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അല്ലേ, നമ്മളെല്ലാവരും കേട്ടുള്ളതാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ വേണ്ടി ടൂറിസം വകുപ്പ് ആരംഭിക്കുന്ന ഒരു ക്യാമ്പയിനാണ് എൻ്റെ കേരളം എന്ത് സുന്ദരം. എൻ്റെ കേരളം എന്ത് സുന്ദരം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ എന്ത് ചെയ്യുക, തിരികെ കൊണ്ടുവരാൻ വേണ്ടി ടൂറിസം വകുപ്പ് ആരംഭിക്കുന്ന ഒരു ക്യാമ്പയിൻ്റെ പേരാണ് എൻ്റെ കേരളം എന്ത് സുന്ദരം. എൻ്റെ കേരളം എന്ത് സുന്ദരം. അപ്പോൾ ടൂറിസം വകുപ്പ് ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് ഏത്, എൻ്റെ കേരളം എന്ത് സുന്ദരം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഈ 8 പോയിന്റ് മതി. ഇത്രയും നന്നായിട്ട് എഴുതി പഠിക്കുക. കറണ്ട് അഫയേഴ്സുകൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വരിക. നവംബർ 1 മുതലുള്ളത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് 2024 എന്ന പ്ലേലിസ്റ്റിൽ ഉണ്ട്. ആദ്യത്തെ 3 ദിവസം നമ്മൾ ഓഡിയോ ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമേ അതിൽ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, പിന്നീട് ഇങ്ങോട്ടാണ് ഓഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. അതുപോലെ ഗെയിൻ നോളജ് മിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുതുതായി ആരംഭിക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയുള്ള റെഗുലർ കോഴ്സൊക്കെ ആരംഭിച്ചു. അഡ്മിഷനും ക്ലോസ്ഡ് ആണ്. ഇനി ആരംഭിക്കാൻ പോകുന്നത് സെക്രട്ടറി അസിസ്റ്റൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്രാഷ് കോഴ്സാണ്. അതിന് ചേരാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. വളരെ കുറഞ്ഞ ചിലവിൽ മെൻറ്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി തന്നെ ഫുൾ സിലബസും ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് തയ്യാറെടുക്കാം. ഗെയിൻ നോളജ് മിഷൻ്റെ വ്യത്യസ്ത പഠന രീതിയിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കും കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരുപാട് കൂട്ടുകാർ നിങ്ങൾക്കുണ്ട്. അവർക്കും കൂടെ ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്